ഇങ്ങനെ എന്താണ് സംഭവിച്ചത്? CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നു. അവിടെ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം ഇപ്പോൾ ഭരണത്തിന്റെ ഭാഗമാണ്. 4 മന്ത്രിമാരുടെ മറ്റ് പദവികളുണ്ട്. അതൊക്കെ തരുന്ന വലിയ പ്രിവിലേജും സുഖവും ഉണ്ട്. അതൊക്കെ ഒരു നിമിഷം വിട്ടെറിഞ്ഞു പോരാൻ CPI തയ്യാറാവുമെന്ന് ആരും കരുതിയതല്ല. പറഞ്ഞു കേട്ടത് മന്ത്രിമാര് രാജിവെക്കാൻ തയ്യാറാണെന്നാണ്. രാജിവെച്ചിട്ട് എന്താ കാര്യം? ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ CPM ആ വകുപ്പുകൾ ഏറ്റെടുക്കും, മറ്റുള്ളവരെ ഏൽപ്പിക്കും. അതിനപ്പുറത്ത് എന്ത് സംഭവിക്കാനാ? അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കാം. എന്ത് പ്രയോജനം? നിങ്ങളില്ലെങ്കിലും മന്ത്രിസഭാ യോഗം നടക്കും. അവർക്ക് തോന്നിയ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും. എതിർക്കുന്ന ഏക പാർട്ടി ഇല്ലാതായാല്, മന്ത്രിസഭയിൽ അവരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, രാജനോടെ വരുന്നില്ലെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങും. അപ്പോൾ നിങ്ങൾ അപ്പോഴും മുന്നണിയുടെ ഭാഗമാണ്. ഈ മുന്നണിയാണ്, അല്ലെങ്കിൽ മുന്നണിയുടെ സർക്കാരാണ് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മറക്കരുത്. കേന്ദ്രത്തിന് കീഴടങ്ങുന്നത് ഇടതുപക്ഷ മുന്നണി സർക്കാരാ. അപ്പോഴും നിങ്ങൾ അതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാ. അവർ പറയുന്നതിനൊക്കെ നിങ്ങൾ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് കൈവെക്കേണ്ടി വരും, അനുഭവിച്ച് വോട്ട് ചെയ്യേണ്ടി വരും ഈ മുന്നണിയിൽ നിൽക്കുന്നിടത്തോളം കാലം. അല്ലാതെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ടോ അതിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടോ 5 പൈസയുടെ പ്രയോജനം ഉണ്ടാവുമെന്ന് നിങ്ങളാരും കരുതണ്ട.